മലയാള സിനിമാ ലോകവും ആരാധകരുമൊക്കെ അമ്പരന്ന് കണ്ടൊരു വിവാഹം തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിൻ്റേത്. ഗുരുവായൂർ അമ്പലത്തിൽ നടന്ന വിവാഹത്തിന് പിന്നാലെ ഗുരുവായൂരിൽ തന്നെ ഒരു കല്യാണ റിസപ്ഷനും പിന്നീട് കൊച്ചിയിൽ ഒരു റിസപ്ഷനും തിരുവനന്തപുരത്തൊരു റിസപ്ഷനും ഒക്കെ നടന്നിരുന്നു. അതിനു മുൻപ് ഹൽദിയും മെഹന്തിയും അങ്ങനെ കുറേ കാര്യങ്ങൾ സംഗീത ചടങ്ങും ഒക്കെ നടന്നിരുന്നു. അങ്ങനെ ദിവസങ്ങളോളം നീണ്ട ആർഭാടമായൊരു താരവിവാഹം തന്നെയായിരുന്നു ഭാഗ്യയുടേത്. അതിൽ പങ്കെടുത്തതോ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള താരങ്ങളും. ഭാഗ്യയ്ക്ക് കിട്ടിയ സ്വർണത്തെക്കുറിച്ചും സ്വത്തിനെക്കുറിച്ചുമൊക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടന്നിരുന്നു. മമ്മൂട്ടി കൊടുത്ത സമ്മാനത്തെക്കുറിച്ചും മോഹൻലാൽ നൽകിയ സമ്മാനത്തെക്കുറിച്ചും അമ്മായിയമ്മ അണിയിച്ച മാലയെക്കുറിച്ചും അങ്ങനെ തുടങ്ങി ഈ സമ്മാനങ്ങളുടെയും ചർച്ചകളുടെയും ഒക്കെ എണ്ണം പെരുകിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥയായിരുന്നു. ഒടുവിൽ സുരേഷ് ഗോപി തന്നെ വന്ന് പറഞ്ഞു, ഇതെല്ലാം തങ്ങളുടെ കുടുംബങ്ങൾ നൽകിയതാണ്, അല്ലാതെ മറ്റൊരു സമ്മാനങ്ങളും ഭാഗ്യ അണിഞ്ഞിരിക്കുന്നതെല്ലാം തങ്ങളുടെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ തങ്ങളുടെ ബന്ധുക്കൾ ഭാഗ്യയുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ സമ്മാനമായി നൽകിയതാണ്, അല്ലാതെ മറ്റൊരു രീതിയിലും ലഭിച്ചതല്ല എന്നും ഇതെല്ലാം പ്രോപ്പറായി ടാക്സ് കൊടുത്ത് വാങ്ങിയ ആഭരണങ്ങളാണ് ഭാഗ്യ അണിഞ്ഞതെന്നും ഒക്കെ സുരേഷ് ഗോപി വെളിപ്പെടുത്തിയെത്തിയിരുന്നു. ഇപ്പോൾ മറ്റൊരു വീഡിയോ ആണ് വൈറലാകുന്നത്. കല്യാൺ ടെക്സ്റ്റൈൽസ് ഉടമ പട്ടാഭിരാമൻ ഉൾപ്പെടെയുള്ളവരോട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിനിടയിൽ തന്റെ കയ്യിലുള്ള കാറിന്റെ വിലയെക്കുറിച്ചും മകളുടെ വിവാഹത്തിന് റോൾസ് റോയ്സ് കാറുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളെക്കുറിച്ചുമെല്ലാം സുരേഷ് ഗോപി തുറന്നു പറഞ്ഞിട്ടുണ്ട്. വലിയൊരു സ്ഥാനത്തേക്ക് കയറാൻ പോകുമ്പോൾ കുറച്ച് വെയിലൊക്കെ കൊള്ളണം കേട്ടോ എന്ന് പട്ടാഭിരാമൻ സുരേഷ് ഗോപിയോട് പറയുകയായിരുന്നു. ഇതിന് തങ്ങൾ സിനിമാക്കാർ എല്ലാവരും വളരെ വെയിൽ കൊള്ളുന്നവരാണ് എന്നാണ് സുരേഷ് ഗോപി മറുപടി നൽകിയത്. നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം കിട്ടിയാൽ ഞങ്ങൾ ഫുൾ ടൈം വെയിൽ കൊള്ളാമെന്നായിരുന്നു ഇതിനോട് പട്ടാഭിരാമന്റെ മറുപടി. ഇതോടെ തന്റെ കയ്യിലുള്ള ഏറ്റവും വില കൂടിയ കാറിന്റെ വില 1,10,00,000 സ്വാമിയുടെ കാറിന് എത്ര വിലയുണ്ടെന്നും സുരേഷ് ഗോപി ചോദിച്ചു. മാത്രമല്ല തന്റെ മകളുടെ വിവാഹത്തിന് റോൾസ് റോയ്സ് ഉപയോഗിച്ചതിനെക്കുറിച്ചും സുരേഷ് ഗോപി വ്യക്തമാക്കുകയും ചെയ്തു. എന്റെ മകളോ ഞാനോ ആഗ്രഹിച്ചതല്ല. സ്വാമിയുടെ ചേട്ടന്റെ മകൻ രാജേഷ് ആണ് അവൾക്ക് വിവാഹത്തിന് വരാൻ റോൾസ് റോയ്സ് അറേഞ്ച് ചെയ്തു കൊടുത്തത്. നാട്ടുകാർ വിചാരിച്ചത് ഞാൻ മരുമകന് വാങ്ങിക്കൊടുത്തു എന്നാണ്. എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. 13 കോടി ഞാൻ ഈ ജന്മം വിചാരിച്ചാൽ നടക്കില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇതോടെ സുരേഷ് ഗോപി തന്റെ മകൾക്ക് സ്ത്രീധനമായി കൊടുത്തതല്ല റോൾസ് റോയ്സ് എന്ന് വ്യക്തമാവുകയാണ്. കല്യാണ സമയത്ത് പലരും പറഞ്ഞിരുന്നു സുരേഷ് ഗോപിയുടെ മകൾക്ക് വേണ്ടി സുരേഷ് ഗോപി സമ്മാനമായി കൊടുത്തതാണ് ആ കാർ എന്ന്. എന്നാൽ അത് അങ്ങനെയല്ല എന്നും സുരേഷ് ഗോപി ഭാഗ്യയ്ക്ക് സ്ത്രീധനമായി കൊടുത്തതല്ല ഈ കാറ് എന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.